ദൈവത്തിന് സ്തോത്രം. പ്രഭാതമന്നയിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു സ്വാതന്ത്ര്യ ദിനത്തിന്റെ പ്രഭാതം കൂടെ കാണുവാൻ ദൈവം നമ്മെ സഹായിച്ചല്ലോ. ഭാരതത്തിന്റെ മുക്കും മൂലയിലും സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങൾ അതിൻ്റെ പരമമായ സന്തോഷം അനുഭവിക്കേണ്ടതിന് വ്യത്യസ്തമായ പരിപാടികൾ ഈ പ്രഭാതത്തിൽ ക്രമീകരിച്ചിരിക്കുകയാണ്. നിശ്ചയമായിട്ടും ഇന്ന് പകൽ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ആധികാരികമായിട്ട് എഴുതിയിരിക്കുന്ന പുസ്തകമാണ് വിശുദ്ധ വേദപുസ്തകം. യോഹന്നാൻ സുവിശേഷം 8-ാം അധ്യായം 36-ാം വാക്യത്തിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്, പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരായി തീരും. ഈ പ്രഭാതത്തിൽ തിരുവചനത്തിനകത്ത് എഴുതിയിരിക്കുന്ന സ്വാതന്ത്ര്യത്തിന്റെ സന്തോഷം നുകരേണ്ടതിന് ദൈവം നമ്മെ ബലപ്പെടുത്തട്ടെ. നമുക്കറിയാം, രക്ഷപ്പെടുവാൻ സാധ്യതയില്ലാത്ത നിലയിൽ ആദാമ്യകുലം മുഴുവനും പാപത്തിന്റെ കരാളഹസ്തത്തിൽ പിടിക്കപ്പെട്ടു പോയപ്പോൾ ദൈവത്തിന്റെ ഓമനകുമാരൻ ഈ താണഭൂമിയിലേക്ക് വീണ്ടെടുപ്പുകാരനായി വെളിപ്പെട്ടു. വാസ്തവത്തിൽ ക്രിസ്തുയേശുവിന്റെ ജഡാവതാരം, മനുഷ്യാവതാരം മാനവരാശിക്ക് നൽകിത്തരുന്ന പ്രത്യാശയും ഉറപ്പും വളരെ വലുതാണ്. ഞാൻ പറഞ്ഞത്, ലോകത്തിൽ ആർക്കും നൽകിത്തരുവാൻ കഴിയാത്ത സ്വാതന്ത്ര്യത്തിന്റെ വാഗ്ദാനമാണ് തിരുവചനം നമ്മോട് അറിയിക്കുന്നത്. യേശുക്രിസ്തുവിന്റെ അരികിലേക്ക് വന്നാൽ, യേശുവിലേക്ക് വന്നാൽ എന്തിൽ നിന്നൊക്കെയാണ് നമുക്ക് സ്വതന്ത്രരായി തീരുവാൻ കഴിയുന്നത്? ഒന്നാമത്തെ കാര്യം ഇതാണ്: മാനവരാശിയെ കടന്നുപിടിച്ചിരിക്കുന്ന പാപത്തിന്റെ ചതിക്കുഴികളിൽ നിന്ന് ക്രിസ്തുവിലൂടെ അല്ലാതെ രക്ഷയില്ല എന്ന് നാം തിരിച്ചറിയണം. ദൈവത്തിന്റെ ഓമനകുമാരനായ യേശു കർത്താവ് ഉലകത്തിൽ മനുഷ്യനായി അവതരിച്ചതുകൊണ്ട് ക്രിസ്തു യേശുവിലൂടെ പാപ പരിഹാരം വരുത്തി തരുവാൻ ദൈവത്തിന് തിരുഹിതമായി. ഈ പ്രഭാതത്തിൽ പാപസ്വഭാവങ്ങളിൽ നിന്ന്, പാപത്തിന്റെ അനുഭവങ്ങളിൽ നിന്ന് പുറത്തു വരുവാൻ നിങ്ങൾ കൊതിക്കുകയാണെങ്കിൽ നിശ്ചയമായിട്ടും യേശുവിന്റെ അടുക്കലേക്ക് വന്നാൽ ഒരു പുതിയ ജീവിതം നയിക്കത്തക്ക നിലയിൽ ദൈവം നമ്മുടെ സ്ഥിതികളെ മാറ്റുവാനിടയായി തീരും. പട്ടണത്തിൽ പാപപ്രവർത്തികളിൽ ഏർപ്പെട്ടിരുന്ന സ്ത്രീയെ കയ്യോടെ പിടിച്ച് യേശുവിന്റെ അടുക്കൽ കൊണ്ടുവരുമ്പോൾ യേശു ആ സ്ത്രീയോട് പറഞ്ഞു, പോകാ, ഇനി പാപം ചെയ്യരുത്, ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല. പ്രിയരെ, സകലരും ശിക്ഷ വിധിച്ച് മാറ്റി നിർത്തിയ പാപിയുടെ കയ്യിൽ പുരണ്ടുപോയ പാപത്തിന്റെ കറകളെ കഴുകിക്കളയേണ്ടതിന്, അഥവാ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നൽകി തരുവാൻ കർത്താവിന് കഴിയും. 2, ശാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നൽകുവാൻ യേശുവിന് കഴിയും. ബൈബിൾ അതാണ് പറയുന്നത്, മരത്തിന്മേൽ തൂങ്ങുന്നവരെല്ലാം ശപിക്കപ്പെട്ടവനെന്നുള്ള ദൈവത്തിന്റെ വചനപ്രകാരം യേശു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. നിങ്ങളുടെ കുടുംബത്തിനകത്ത് വീണ ഒരു ശാപത്തിന്റെ തിക്തഫലങ്ങൾ അനുഭവിച്ചുകൊണ്ട് ഇന്നും വേദനയോടെ മുൻപിലോട്ട് പോകുന്ന ജീവിത അനുഭവമാണോ? യേശുവിന്റെ അടുക്കൽ വന്നാൽ എത്ര ശപിക്കപ്പെട്ട കുടുംബമാണെങ്കിലും ആ ശാപത്തിന്റെ അവസ്ഥകളെ മാറ്റിയിട്ട് തുടർന്നുള്ള ജീവിതം പുതുക്കത്തോടെ, സന്തോഷത്തോടെ, സ്വസ്ഥതയോടെ, സമാധാനത്തോടെ ജീവിക്കുവാൻ ദൈവമായ കർത്താവ് നമ്മെ ബലപ്പെടുത്തുവാനിടയായി തീരും. ഒരു മാറ്റം ജീവിതത്തിൽ വേണമെന്ന്
നിങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും കൊതിക്കുകയും ചെയ്യുന്നവരാണോ? നിശ്ചയമായിട്ടും ഈ പ്രഭാതത്തിൽ ദൈവമുഖത്തേക്ക് നോക്കി ശാപത്തിൽ നിന്നൊരു സ്വാതന്ത്ര്യത്തിന് വേണ്ടി ദൈവത്തോട് അടുത്തു വന്നാൽ യേശു ക്രിസ്തുവിലൂടെ ശാപത്തിന്റെ ശക്തികളെ പൊട്ടിക്കാം. നിങ്ങൾക്കറിയാമോ, ഇന്ന് മനുഷ്യൻ ഏറ്റവും ഭയപ്പെടുന്നത് രോഗത്തിന്റെ അടിമത്വത്തെയാണ്. പ്രായഭേദമന്യേ, വിദ്യാഭ്യാസ, ജാതി, മത, കുല, കുടുംബ വ്യത്യാസമില്ലാതെ രോഗത്തിന്റെ ശക്തികൾ മനുഷ്യനെ ഭയപ്പെടുത്തുകയാണ്, അടിമപ്പെടുത്തുകയാണ്. ഒന്നിന് വാക്സിൻ കണ്ടെത്തി കഴിയുമ്പോൾ അതിനേക്കാളും മാരകമായ മറ്റൊന്ന് വ്യത്യസ്തമായ ഒരു ഓമന പേരിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയാമോ, യേശുവിനെ കുറിച്ച് തിരുവചനത്തിനകത്ത് എഴുതിയിരിക്കുന്നത് അവന്റെ അടിപ്പിണരുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഒരു പക്ഷേ ജീവിതത്തിൽ ഒരു വിടുതലിന് വേണ്ടി കൊതിച്ചിട്ടും അത് പ്രാപിക്കുന്നതിന് വേണ്ടി പല വഴികൾ തേടിയിട്ടും പരാജയപ്പെട്ടു പോയവരാണ് നിങ്ങളെങ്കിൽ ഉറപ്പോടെ ഈ വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നു, നാം യേശുവിന്റെ അടുക്കലേക്ക് വന്നാൽ ഇന്ന് അനുഭവിക്കുന്ന സകല അസ്വാതന്ത്ര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോയിട്ട് സ്വാതന്ത്ര്യത്തിന്റെ സന്തോഷം ജീവിതത്തിൽ പ്രാപിക്കുവാൻ ദൈവം നമ്മെ ബലപ്പെടുത്തുകയും ശക്തീകരിക്കുകയും ചെയ്യും. നിശ്ചയമായിട്ടും ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതം ഭയപ്പെടുത്തുന്ന പൈശാചിക ശക്തികളുടെ അടിമത്വത്തിൽ നിന്ന് പലരും പലപ്പോഴും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ചെയ്യണ്ട ചെയ്യണ്ട എന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ അറിയാതെ ചെയ്തു പോകുന്നു, അതിലേക്ക് തന്നെ വീണു പോകുന്നു. കാരണം അതിലേക്ക് വലിച്ചഴയ്ക്കുന്നൊരു ശക്തിയുണ്ടെന്ന്. അതേ പ്രിയപ്പെട്ടവരെ, അധർമ്മത്തിലേക്കും പാപത്തിലേക്കും അകൃത്യത്തിലേക്കുമൊക്കെ മനുഷ്യനെ വലിച്ചഴയ്ക്കുന്ന ഒരു ഇരുളിന്റെ ശക്തി ഈ ലോകത്തിലുണ്ടെന്ന് നാം തിരിച്ചറിയണം. വാസ്തവത്തിൽ യേശുവുമായി ഒരു നല്ല ബന്ധം നമ്മൾ സ്ഥാപിച്ചു കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിനകത്ത് നടക്കുന്നത്, ബൈബിൾ യേശുവിനെ കുറിച്ച് പറയുന്നത് യേശു ലോകത്തിന്റെ വെളിച്ചമാണ് എന്ന്. ഒരു മനുഷ്യന്റെയോ ഒരു കുടുംബത്തിന്റെയോ ഒരു മതത്തിന്റെയോ പള്ളിക്കാരുടെയോ വെളിച്ചമെന്നല്ല, ആരുടെയെങ്കിലും ജീവിതത്തിൽ ഇരുളിന്റെ ശക്തികൾ കയറിക്കൂടിയാൽ ആ ഇരുളിന്റെ ശക്തികളിൽ നിന്ന് അവരെ വെടിവിക്കേണ്ടതിന് സത്യവെളിച്ചമായ യേശു മുഖാന്തരമായി തീരും. ഞാൻ പറഞ്ഞ അടുത്ത കാര്യം, ഇരുളിന്റെ അടിമത്വത്തിൽ നിന്ന് ക്രിസ്തു യേശു നമുക്ക് സ്വാതന്ത്ര്യം നൽകി തരും. നിശ്ചയമായിട്ടും ഒരു സ്വാതന്ത്ര്യത്തിന് വേണ്ടി കൊതിയോടെ നിങ്ങൾ ഈ സന്ദേശം കേൾക്കുന്നെങ്കിൽ നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക. വലിയ ദൈവപ്രവർത്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടും. നമുക്ക് ഒരുമിച്ച് ദിവസത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാമോ ദൈവത്തോട്? പരിശുദ്ധനായ നല്ല ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ സന്ദേശം കേട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മുഴുവൻ പേരെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കണമേ, ബലമുള്ള കരങ്ങളിൽ വഹിക്കണമേ, ദൈവിക നന്മകളെ കൊടുക്കണമേ. തിരുകരങ്ങളിൽ വഹിക്കും അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ. ഓക്കെ, ഗോഡ് ബ്ലസ് യു. ദൈവമായ കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ.